ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്, നമ്മുടെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം, അതിൻ്റെ ഉത്തരവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. അപ്പോൾ സാധാരണയായിട്ട് കേരള പാഠാവലി വരാറുള്ളത് ഈ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനം തന്നെയായിരിക്കും. ഒന്നെങ്കിൽ ഖണ്ഡിക തന്നിട്ട് അല്ലെങ്കിൽ ഒരു കവിത തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ശുചിത്വത്തെ കുറിച്ചിട്ടുള്ള ഒരു ഖണ്ഡികയാണ് തന്നിട്ടുള്ളത്. ശുചിത്വം മനുഷ്യൻ്റെ നല്ല ശീലങ്ങളിൽ ഒന്നാണ്. വ്യക്തിഗത ശുചിത്വവും പരിസര ശുചിത്വവും ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യമാണ്. ദിവസവും കുളിക്കുക, കൈകൾ കഴുകുക, പല്ലു തേക്കുക എന്നിവ നല്ല ആരോഗ്യത്തിന് സഹായിക്കുന്നു. വീടും സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നത് രോഗങ്ങൾ തടയാൻ സഹായകരമാണ്. മാലിന്യങ്ങൾ എല്ലായിടത്തും വലിച്ചെറിയാതെ കുപ്പിയിൽ ഇടണം. ശുചിത്വം പാലിക്കുന്നവർക്കാണ് നല്ല ആരോഗ്യം ലഭിക്കുക. അതിനാൽ ഓരോരുത്തരും ശുചിത്വം ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. 1. ശുചിത്വം എന്തിൻ്റെ ഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നെ അതിൻ്റെ ഉത്തരവും കൊടുത്തിട്ടുണ്ട്. നല്ല ശീലങ്ങളുടെ ഭാഗമാണ്. 2. ആരോഗ്യത്തിന് പ്രധാനമായ 2 ശുചിത്വങ്ങൾ ഏതൊക്കെയാണ്? വ്യക്തിഗത ശുചിത്വവും പരിസര ശുചിത്വവും, അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 3. ദിവസവും ചെയ്യേണ്ട 2 ശുചിത്വ പ്രവൃത്തികൾ എഴുതുക. ഏതൊക്കെ എഴുതാം നമുക്ക്? കുളിക്കുക, കൈകൾ കഴുകുക, അല്ലെങ്കിൽ പല്ല് തേക്കുക. അല്ലേ, 3 എണ്ണം, ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. 4. മാലിന്യങ്ങൾ എവിടെ ഇടണം? എവിടെ ഇടണം എന്നാണ് പറയുന്നത്? കുപ്പിയിൽ ഇടണം എന്നാണ് പറയുന്നത്. അല്ലേ, വലിച്ചെറിയാതെ കുപ്പയിൽ ഇടണം. ഇനി അടുത്തത് 5ാമത്തേത്, ശുചിത്വം പാലിച്ചാൽ എന്ത് ലഭിക്കും? നല്ല ആരോഗ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രവർത്തനം. ഇതെന്തായാലും നിർബന്ധമായിട്ട് എഴുതേണ്ടതാണ്. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണോ, കവിത ആയിക്കോട്ടെ അല്ലെങ്കിൽ വല്ല കഥ ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഓരോ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഇനി ഇതിലെ അടുത്ത ചോദ്യം കുറിപ്പ് തയ്യാറാക്കാനാണ്. അയ്യോ, അതുമാത്രം പറഞ്ഞുകൂടാ അമ്മേ. ചെമ്പകപ്പൂവായി മാറിയ കുട്ടി അതുമാത്രം പറഞ്ഞുകൂടാ എന്ന് അമ്മയോട് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത്. എന്തിനെക്കുറിച്ചായിരുന്നു? ചെമ്പകപ്പൂവായി മാറിയ കുട്ടി അമ്മ സന്ധ്യാനേരത്ത് പശുത്തൊഴുത്തിലേക്ക് പോകുന്ന നേരത്ത് ചെമ്പക മരത്തിൽ നിന്നും ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ പഴയ കുട്ടിയായി ഒരു കഥ കേൾക്കാനായി വാശി പിടിക്കുന്നു. അപ്പോഴും അമ്മയുടെ ചോദ്യം ഇതുമാത്രമായിരുന്നു: വികൃതി, നീ ഇതുവരെ എവിടെയായിരുന്നു? ചെമ്പകപ്പൂ ആവുക എന്നത് അവൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരു പകൽ മുഴുവനും അവിടെ തന്നെ ഇരിക്കുന്നു. അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കാനും സന്ധ്യയോടെ അമ്മയുടെ അടുക്കലെത്താനും അവൻ ആഗ്രഹിക്കുന്നു. എവിടെയാണ് പകൽ മുഴുവനും തങ്ങിയത് എന്ന് അമ്മയുടെ ചോദ്യത്തിന് അതുമാത്രം പറയില്ല അമ്മേ എന്ന് മറുപടിയും പറയുന്നു. മറഞ്ഞിരിക്കുന്ന തന്നെ അമ്മ സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം എന്ന ഒരു ചിന്തയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. മാസ്റ്ററുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു എന്ന വാക്കിന് താഴെ നൽകിയതിൽ ഏത് അർത്ഥമാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ. കണ്ണുകളിൽ തീയിടുക. ബി. ദേഷ്യം വന്ന് കണ്ണുകൾ ചുവന്നത്. സി. അടുപ്പിൽ നിന്നും തീപ്പൊരികൾ കണ്ണിൽ പതിക്കുക. ഡി. ദേഷ്യം വന്ന് കരയുക. ഏതായിരുന്നു? ദേഷ്യം വന്ന് കണ്ണുകൾ ചുവന്നത് എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത പ്രവർത്തനം ഹെലൻ കെല്ലറുടെ ജീവിതകഥ വായിച്ച ദിവസം നിങ്ങൾ എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഡയറി നിങ്ങൾക്ക് എഴുതാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ദിവസം ഉണ്ടായിരിക്കണം, തീയതിയും ഉണ്ടായിരിക്കണം, ദിവസവും ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് അന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഇന്ന് ഞാൻ ഹെലൻ കെല്ലറുടെ ജീവിതകഥ വായിച്ചു. അവളുടെ ജീവിതം എന്നെ ഏറെ സ്വാധീനിച്ചു. ബാല്യത്തിലെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടിട്ടും അവൾ ഒരിക്കലും നിരാശപ്പെട്ടില്ല എന്നത് എന്നെ അതിശയിപ്പിച്ചു. ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞ ലോകത്ത് ജീവിച്ചിരുന്നിട്ടും അവൾ അറിവിൻ്റെ പ്രകാശം തേടിയെടുത്തത് വലിയ ധൈര്യമാണ്. അവളുടെ അധ്യാപികയായ ആൻ സുലിവൻ്റെ സഹായത്തോടെ അവൾ ഭാഷ പഠിക്കുകയും ലോകത്തെ മനസ്സിലാക്കുകയും ചെയ്തു. ഹെലൻ കെല്ലർ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും നേരിട്ടെങ്കിലും അവയെല്ലാം ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മറികടന്നു. അവൾ ഉയർന്ന വിദ്യാഭ്യാസം നേടി ലോകത്തിന് മാതൃകയായി. പ്രതിബന്ധങ്ങൾ വിജയത്തിലേക്കുള്ള തടസ്സമല്ല എന്ന സന്ദേശമാണ് അവളുടെ ജീവിതം എനിക്ക് നൽകുന്നത്. ഇന്നത്തെ വായന എനിക്ക് ഒരു പുതിയ ചിന്ത സമ്മാനിച്ചു. എൻ്റെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നിരാശപ്പെടാതെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു. ആത്മവിശ്വാസവും പരിശ്രമവും ഉണ്ടെങ്കിൽ എന്തും നേടാമെന്ന വിശ്വാസം ഇന്ന് കൂടുതൽ ശക്തമായി.
ഹെലൻ കെല്ലറിൻ്റെ ജീവിതം എൻ്റെ മനസ്സിൽ ഒരിക്കലും മായാത്ത പ്രചോദനമായി നിലനിൽക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഹെലൻ കെല്ലറുടെ ജീവിതം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ തോന്നിയത് മനസ്സിൽ, ആ ചിന്തകളൊക്കെയാണ് നിങ്ങൾ ഈ ഡയറിയിൽ എഴുതേണ്ടത്. അടുത്തൊരു ചോദ്യം നോക്കാം. ഈറൻ മുടിയിഴകൾ ചുമലിലേക്ക് വിതുർത്തിയിട്ട് ഈ ചെമ്പകത്തണലിലൂടെ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പുതുപൂവിൻ്റെ മണം തീർച്ചയായും അമ്മ ശ്രദ്ധിക്കും. അത് എന്നിൽ നിന്നാണ് വരുന്നതെന്നറിയാതെ ചെമ്പകപ്പൂവ്. വരികൾ വിശകലനം ചെയ്ത് ആശയം വ്യക്തമാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെമ്പകപ്പൂവ് എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്ത് നിന്നുള്ള പ്രവർത്തനമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വരികളിൽ പറയുന്ന സംഭവം എന്നുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ചെമ്പകപ്പൂവ് എന്ന കവിത കുട്ടിയും അമ്മയും തമ്മിലുള്ള അഗാധ സ്നേഹത്തിൻ്റെ കളിയുടെ കഥയാണ് പറയുന്നത്. രാവിലെ മുതൽ ചെമ്പകമരത്തിലെ ഒരു പൂവായി ഒളിച്ചു കളിക്കാൻ കുഞ്ഞ് ആഗ്രഹിക്കുന്നു. ചെമ്പകത്തിൽ ഒരു പൂവായി വിരിഞ്ഞ് ഇളം കാറ്റിനൊപ്പം തലകുലുക്കുകയും തളിരിലകൾക്ക് മീതെ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും ചെയ്താൽ അമ്മ തന്നെ തിരിച്ചറിയുമോ എന്ന് കുട്ടി ആശങ്കപ്പെടുന്നു. ഇടയ്ക്ക് അമ്മ വിളിച്ചു ചോദിക്കും, കുട്ടി നീ എവിടെയാണ്? അപ്പോൾ ഇലകൾക്കിടയിലേക്ക് ഒന്നും കൂടി പതുങ്ങി താൻ ഊറിച്ചിരിക്കുമെന്ന് കുട്ടി പറയാണ്. അപ്പോൾ കുളി കഴിഞ്ഞ് ഈറൻ മുടിയിഴകൾ ചുമലിൽ വിതർത്തിയിട്ട് അമ്മ നടന്നു പോകുമ്പോൾ ഒരു പുതുപൂവിൻ്റെ മണം അമ്മയെ ആകർഷിക്കും. അപ്പോഴും അമ്മ അറിയില്ല ആ മണം വരുന്നത് ചെമ്പകപ്പൂവായി മാറിയ തൻ്റെ കുട്ടിയുടേതാണെന്ന്. ഇവിടെ കുട്ടിയുടെ ആഗ്രഹങ്ങൾ മനോഹരമായിട്ടാണ് കവി വരച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോഴും അമ്മയുടെ ശ്രദ്ധ തന്നിൽ തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ ഇവിടെ കാണാനാകും. അമ്മയിൽ നിന്നും ഒളിച്ചു നിൽക്കാൻ ഒരു ചെമ്പകപ്പൂവായി മാറിയാൽ മതി എന്ന് കുട്ടി കരുതുന്നു. ഇടയ്ക്കിടെ തന്നെ ശ്രദ്ധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ താൻ ചെയ്യുമെന്നും കുട്ടി കരുതുന്നു. കുട്ടിയുടെ അത്തരം ചിന്തകൾ നിറച്ചുവെച്ച മനോഹരമായ സങ്കല്പങ്ങൾ നിറച്ചുവെച്ച് ഈ കവിത നമ്മെ കൂടുതൽ ആകർഷകമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കവിതയിൽ എന്തൊക്കെയാണ് കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമ്മളിവിടെ എഴുതി കൊടുക്കുക. അടുത്തൊരു പ്രവർത്തനം നോക്കാം. ആദ്യത്തെ പറക്കൽ എന്ന കഥയിൽ ഒരു കുഞ്ഞു പക്ഷിയുടെ ആദ്യ പറക്കൽ അനുഭവം വിവരിക്കുന്നുണ്ട്. ചില പുതിയ അനുഭവങ്ങൾ നേടുമ്പോൾ നമുക്ക് തോന്നും അറിയാൻ ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന്. അങ്ങനെ തോന്നിയ ഏതെങ്കിലും ഒരു അനുഭവം കുറിപ്പാക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഒരു അനുഭവമാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്തെങ്കിലുമൊക്കെ അനുഭവം നിങ്ങൾക്ക് ഇനിയും അത് കാണണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നൊക്കെ തോന്നുന്നതുണ്ടാവും അല്ലേ? അതിനെക്കുറിച്ചാണ് എഴുതേണ്ടത്. ഒരു ചെറിയ അനുഭവം ഇവിടെ പറഞ്ഞു തരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കൃഷിയിടം സന്ദർശിക്കാൻ പോയതാണ് എൻ്റെ ജീവിതത്തിൽ പുതിയൊരു ചിന്തയ്ക്ക് തുടക്കമിട്ടത്. പുസ്തകങ്ങളിൽ നിന്നു മാത്രം അറിവ് നേടിയിരുന്ന എനിക്ക് ആ യാത്ര ശരിക്കും കണ്ണു തുറപ്പിക്കലായിരുന്നു. പാടത്ത് ജോലി ചെയ്യുന്ന രാഘവൻ ചേട്ടനോട് സംസാരിച്ചപ്പോഴാണ് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ വലിയൊരു ലോകം പുറത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഓരോ ചെടിയും എപ്പോൾ നടണം, മണ്ണിൻ്റെ മാറ്റം എങ്ങനെ തിരിച്ചറിയാം, മഴയുടെ മണം നോക്കി കാലാവസ്ഥ എങ്ങനെ പ്രവചിക്കാം എന്നതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം വാതോരാതെ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുണ്ടായ ഏതെങ്കിലും ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ ഒരു കുറിപ്പ് എഴുതി തയ്യാറാക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. വായനാനുഭവമാണ്. നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു കഥയുടെ വായനാനുഭവം തയ്യാറാക്കാനാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തെക്കുറിച്ചൊരു വായനാനുഭവ കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൻ്റെ വായനാനുഭവമാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കൃതികളിലൊന്നായ പാത്തുമ്മയുടെ ആട് ഞാൻ അടുത്തിടെ വായിക്കാൻ അവസരം ലഭിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഈ കൃതി ഹാസ്യവും ജീവിത സത്യങ്ങളും ചേർന്ന ഒരു മനോഹര സൃഷ്ടിയാണ്. സാധാരണക്കാരുടെ ദിനചര്യയും കുടുംബജീവിതവും വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഈ കൃതിയുടെ പ്രത്യേകത. കഥയിൽ ബഷീറിൻ്റെ വീട്ടുവിശേഷങ്ങളും പാത്തുമ്മയും അവളുടെ ആടും ചുറ്റിപ്പറ്റിയാണ് സംഭവങ്ങൾ മുന്നേറുന്നത്. ഒരു സാധാരണ ആടിനെ ചുറ്റിപ്പറ്റി ഇത്ര രസകരമായ കഥ രചിക്കാനായത് എഴുത്തുകാരൻ്റെ കഴിവ് വ്യക്തമാക്കുന്നു. ഹാസ്യരസം നിറഞ്ഞ സംഭാഷണങ്ങൾ വായനക്കാരനെ ചിരിപ്പിക്കുകയും അതോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ സൗന്ദര്യവും സ്നേഹവും ഈ കൃതിയിൽ തെളിഞ്ഞു കാണാം. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഏറെ സന്തോഷവും ആനന്ദവും ലഭിച്ചു. ലളിതമായ ഭാഷയും ജീവിത സാന്നിധ്യമുള്ള സംഭവങ്ങളും വായനയെ കൂടുതൽ ആസ്വാദ്യകരമാക്കി. മനുഷ്യജീവിതത്തിലെ ചെറിയ സംഭവങ്ങൾ പോലും സാഹിത്യമായി മാറാമെന്നും ഈ കൃതി എനിക്ക് മനസ്സിലാക്കി.
പാത്തുമ്മയുടെ ആട് എന്ന കൃതി എൻ്റെ മനസ്സിൽ മറക്കാനാവാത്ത വായനാനുഭവമായി തുടരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു ബുക്കിനെ കുറിച്ചുള്ള ഒരു അനുഭവം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഏതെങ്കിലും ഒരു ബുക്കിനെ കുറിച്ച്, പാത്തുമ്മയുടെ ആടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബുക്കിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. അന്തരീക്ഷത്തിലെ ചൂട് കുറഞ്ഞു, ആകാശം കറക്കുകയാണെന്ന് മനസ്സിലായി. ഭൂമിയിൽ നിന്ന് ഒരു പ്രത്യേകതരം ഗന്ധം ഉയർന്നു വരാൻ തുടങ്ങി. കൊടുങ്കാറ്റിന് മുമ്പുള്ള ഗന്ധമാണ് അതെന്ന് എനിക്കറിയാമായിരുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭയം എന്നെ പിടികൂടി. കൂട്ടുകാരിൽ നിന്നു തന്നെയല്ല, ഭൂമിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി. ആദ്യ പാഠങ്ങൾ ഹെലൻ കെല്ലർ. ഈ സംഭവത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിപ്പാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് നമ്മൾ പഠിച്ച പാഠഭാഗത്ത് തന്നെ പറയുന്ന കാര്യങ്ങളാണല്ലേ. ഹെലൻ കെല്ലർ പങ്കുവെക്കുന്ന അനുഭവങ്ങൾ വളരെ തീക്ഷ്ണമാണ്. കണ്ടും കേട്ടും അറിഞ്ഞുമാണ് നാം ഓരോരോ കാര്യങ്ങളും പഠിക്കുന്നത്. എന്നാൽ ഭൂമിയിലെ കാഴ്ചകൾ കാണാനാവാതെ പരിമിതി നിറഞ്ഞ ഒരു ജീവിതവുമായാണ് ഹെലൻ കെല്ലർ ഇവിടെ ജീവിച്ചു പോയത്. സാധാരണ മനുഷ്യനേക്കാൾ തീവ്രതയോടെ ഈ ഭൂമിയിലെ കാഴ്ചകൾ കാണാൻ അവർ ശ്രമിച്ചു. അതിനിടയിലാണ് ഒരു മരം കയറ്റ അനുഭവം അവർ വിവരിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന കാലാവസ്ഥയിൽ പെട്ടെന്ന് മാറ്റം വരികയും കൊടുങ്കാറ്റ് ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്ത് അവരുടെ ടീച്ചർ കൂടെ ഉണ്ടായിരുന്നില്ല. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭയം അവരിൽ നിറഞ്ഞു. ഭൂമിയിൽ നിന്നും ഒറ്റപ്പെട്ടതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. ഒരു സാധാരണ കുട്ടിയാണെങ്കിൽ പോലും ഇങ്ങനെയേ ചിന്തിക്കൂ. കാരണം കൊടുങ്കാറ്റ് വരുമ്പോൾ ആ മരത്തിൽ തന്നെ അള്ളിപ്പിടിക്കാൻ മാത്രമേ അവർക്ക് ആവുകയുള്ളൂ. എന്നാൽ പരിമിതിയുള്ള ഒരു കുട്ടി എന്ന നിലയ്ക്ക് വല്ലാത്ത ഒരു ഭയം അവരിൽ നിന്നും പുറപ്പെട്ടു. തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് ഹെലൻ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു അത്. എല്ലാ നേരങ്ങളിലും സഹായിക്കുന്ന അവരുടെ പ്രിയ ടീച്ചർ എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അതാണ് ഇവിടെയും സംഭവിച്ചത്. ആ ഒരു സംഭവമാണ് അവിടെ വിവരിച്ചു തന്നിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം നോക്കാം. 19-ാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിൻ്റെ ഗതിക്ക് വേഗത കൂടി. ശാസ്ത്രം മുന്നേറുന്നു എന്ന പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആ ഒരു യൂണിറ്റ് നമ്മൾ പഠിച്ചത് തന്നെ ശാസ്ത്രത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. മാത്രമല്ല ആ ഒരു പാഠഭാഗത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതൊക്കെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കുറിപ്പ് എഴുതി നോക്കാം. 19-ാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ ലോക ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി ഉൽപ്പാദന രംഗത്ത് യന്ത്രങ്ങളുടെ ഉപയോഗം വ്യാപകമായി. കൃഷി അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വ്യവസായ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റം സമൂഹത്തിൻ്റെ ഗതിയെ വേഗത്തിലാക്കി. റെയിൽവേ, ടെലഗ്രാഫ് തുടങ്ങിയ ഗതാഗത സമ്പർക്ക സൗകര്യങ്ങൾ വികസിച്ചതോടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമായി. നഗരവൽക്കരണം വർദ്ധിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. സാമൂഹിക രംഗത്തും മാറ്റങ്ങൾ പ്രകടമായി. വിദ്യാഭ്യാസ വ്യാപനം വർദ്ധിച്ചു. ശാസ്ത്രീയ ചിന്തയും പുതുചിന്തകളും സമൂഹത്തിൽ ശക്തി പ്രാപിച്ചു. ജനാധിപത്യ ആശയങ്ങളും സ്വതന്ത്ര ചിന്തകളും ലോകമെമ്പാടും വ്യാപിച്ചു. ഇന്ത്യയിലും ഈ കാലഘട്ടത്തിൽ സാമൂഹിക മതപരിഷ്കാര പ്രസ്ഥാനങ്ങൾ ഉയർന്നു. അനാചാരങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായി. സ്ത്രീ വിദ്യാഭ്യാസം, ജാതിവ്യവസ്ഥാ വിമർശനം, സാമൂഹിക സമത്വം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളായി മാറി. ഇങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ പുരോഗതിയോടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ വേഗത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. ഈ മാറ്റങ്ങളാണ് ആധുനിക ലോകത്തിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനം ഒരുക്കിയത്. ഓക്കെ, അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും ഉണ്ടായി എന്നുള്ളത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. നമ്മൾ സാമൂഹ്യ ശാസ്ത്രത്തിലും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കിയത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ എക്സാം ആകുമ്പോഴേക്കും എക്സാമിൻ്റെ തലേ ദിവസം അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതും കൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല കേരള പാഠാവലിയിൽ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് കാണുക, പാഠഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, അതിലെ ആശയങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.